ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു കൊല പഴുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാളയംകോടൻ പഴമാണ്. ഇത് പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ, കുറച്ചൊന്നും കേടായിട്ടുണ്ട്. അത് നമുക്ക് ഇതും കൊണ്ട് നല്ലൊരു ജാം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഈ പഴം തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റുകയാണ്. ഞാൻ 1.5 കിലോയോളം പഴം എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വെള്ളം ഒഴിച്ച് എടുത്തു. അതിലേക്ക് ഞാൻ ഒരു 10 ഏലക്കായും ഗ്രാമ്പും കുറച്ച് പട്ടയും കൂടെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്കിട്ട് ഇനി ഇത് കുക്കർ അടച്ച് നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇത് ഒത്തിരി പഴുക്കാത്ത പഴമൊന്നുമില്ല, പഴുത്ത് തുടങ്ങുന്ന ഒരു കാറയ്ക്കാപ്പഴമില്ലേ, അങ്ങനത്തെ ഒരു പഴമൊന്നുമല്ല. എന്നാൽ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു പഴുപ്പായിരിക്കും കേട്ടോ. ഇത് ഞാൻ 2 വിസിൽ വരെ അരിച്ചതിന് ശേഷം അത് നല്ലപോലെ തണുത്തതിന് ശേഷം അരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ റോസ് കളർ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഈ പഴമെല്ലാം ഒന്ന് ഞെക്കി പിഴിഞ്ഞ് എടുക്കാം. അങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രം അടുപ്പയിൽ വെച്ചതിന് ശേഷം ഈ അരിച്ചെടുത്ത വെള്ളം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഞാൻ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ 250 ഗ്ലാസ്സാണ്. അതിന് 1.5 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുകയാണ്. ഇളക്കി ഒരു തിളച്ച് വരുന്ന പരുവാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കണം. അരമണിക്കൂറോളം ഞാനിവിടെ ഇളക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി എടുക്കണം. ഇതൊരു വലിയ പഴക്കൊലയായിരുന്നു. ഞാനത് കുറച്ച് ഉണങ്ങാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ പഴുത്ത പഴമാണ് ഉണങ്ങാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് വെച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് ഡ്രോപ്പായിട്ട് തന്നെ താഴോട്ട് പരക്കാതെ വീഴുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ് അർത്ഥം. അല്ലെങ്കിൽ നല്ല പരന്നൊഴുകാതെ ഒരു ഡ്രോപ്പായിട്ട് തന്നെ താഴോട്ട് പോകണം. അങ്ങനെ ഡ്രോപ്പായിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് തീ നിർത്തി ഇത് ഒന്ന് ഇളക്കി എടുക്കാം. അതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തിളയൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നു. ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുന്ന ജാമ് ഒരു 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ആകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ പഴം പിഴിഞ്ഞെടുത്തതിൻ്റെ ആ പഴം പിശിലുണ്ടല്ലോ, അത് ഞാൻ ആദ്യം ഓർത്തിരുന്ന പശുവിന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഓർത്ത് നമുക്കൊന്ന് വരട്ടിയെടുക്കാമെന്ന്. അല്ലാതെ ഞാൻ സാധാരണ പഴം ഇങ്ങനെ ആകുമ്പോൾ വരട്ടിയെടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഏലക്കായൊക്കെ പൊടിച്ച് ചേർത്താണ് നമ്മൾ വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിനായി ഞാൻ നമ്മൾ ജാം ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് തന്നെയാണ് അതിട്ടത്. അല്ലെങ്കിൽ വേറൊരു പാത്രം എടുക്കാം കേട്ടോ. അതിലേക്ക് ഇട്ടതിന് ശേഷം ആ പഴവും കുറച്ച് ശർക്കരയും ചേർത്തിട്ടുണ്ട്. ഒരു കട്ട ശർക്കര അതിലേക്ക് ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അത് ഉരുക്കി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കണം. ഇത് ഒന്ന് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഇത് കുറച്ച് നേരം വേണ്ട പണി കേട്ടോ. അപ്പം ഗ്യാസിലാണ് ഇത് നമ്മൾ കുറച്ച് നേരം ഗ്യാസ് എടുക്കണം. ഞാനിത് ഗ്യാസിലൂടെ കൂടിയാണ് പണിത്. അല്ലെങ്കിൽ നമുക്ക് അടുപ്പേ വെച്ച് ഉണ്ടാക്കാൻ ഞാൻ സാധാരണ ഒത്തിരി ഉള്ളപ്പോൾ അടുപ്പേ വെച്ചാണ് ഉണ്ടാക്കാറ്. ഇത് കുറച്ചേ ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് എടുത്തത്. അപ്പം ഞാൻ പഴം നമ്മൾ അരച്ചെടുത്തിട്ട് ഇതിനകത്തെടുക്കുകയാണ്. അപ്പം നല്ല പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതിപ്പം നമ്മുടെ പിശിലായതുകൊണ്ടായിരിക്കും ഒത്തിരി പൊട്ടലും ചീറ്റിലും ഒന്നും ഇല്ലായിരുന്നു. ഞാനിത് ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവായി കഴിയുമ്പോൾ തവിയിലൊന്നും ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. നേരത്തെ തവിയിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തവിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വരുന്ന സമയത്താണ് ഇതാണ് അതിൻ്റെ പരുവം. ഇനി ഇത് നമുക്ക് മയം പുരട്ടിയ ഒരു പാത്രത്തിലേക്ക്
മാറ്റാം. ഞാൻ 2 ഡ്രോപ്പ് നെയ്യ് പുരട്ടിയ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മുഴുവനായിട്ടൊരു 4 സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ മായം പുരട്ടിയ പാത്രത്തിലേക്ക് ഇത് മാറ്റി, ഇത് ഒരു കൈക്ക് തന്നെയുള്ള പരിപാടി ആയതുകൊണ്ട് ഇച്ചിരി പാടാണ്, ഞാനതുകൊണ്ട് മാറ്റിയിട്ട് കാണിക്കാം നിങ്ങളെ. ഇനി അതൊന്ന് മുഴുവൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഷേപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് നമ്മൾ ആ ഉണ്ടാക്കിയ തവിയും കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഉരച്ചരച്ച് കൊടുത്തേച്ചാൽ മതി. എന്നൊക്കെ നല്ല ഷേപ്പിൽ നല്ല ഇതായിട്ട് വരും. നമ്മുടെ ഏലക്കായൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഇത്രയും നിൽക്കുകയല്ല. നമ്മളിപ്പോൾ ഇത് ആ പിശിലിനകത്തുനിന്ന് നേരിട്ട് എടുത്തേക്കുമല്ലായിരുന്നു. ഇതാ നല്ല രസത്തിന് നല്ല തിളക്കമുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് മുറിച്ച് നോക്കണ്ട. നമ്മളിപ്പോൾ 6 മണിക്കൂറോളമായി. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്രാന്തം മൂലം ആദ്യമേ ഒന്ന് വന്ന് മുറിച്ച് നോക്കിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ എടുത്തില്ലല്ലോ എന്ന് ഓർത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് ക്യാമറ എടുത്തുകൊണ്ട് വന്ന് ഒന്നുകൂടെ മുറിച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു നമ്മുടെ പഴം പുരട്ടിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇതാ നോക്കി എന്ത് സോഫ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പം നല്ല മധുരമായിരിക്കും. ഇത് ഇച്ചിരി ഒരു കാരക്കാച്ച വേണ്ടത്, കാരണം കാരക്കാപ്പഴമാണല്ലോ നമ്മളെടുത്തത്. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് വരാതെ കാരണമായിരുന്നു ഞാനിത് താമസിച്ചത്. ബ്രെഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാം ഒന്ന് എടുത്ത് നോക്കാം. നോക്കിക്ക് നല്ല കട്ടയായിട്ടുള്ള നല്ല സോഫ്റ്റ് ജാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജാം പോലില്ല, നല്ല കളർഫുള്ളുമായി. നമ്മുടെ നാരങ്ങയൊക്കെ ചേർന്നാണ് കളർ ഇങ്ങനെ ആകുന്നത്. നമ്മൾ യാതൊരു കളറും ചേർത്തിട്ടില്ല. എന്താ ഇനി ഇത് നമുക്ക് ജാം ബ്രെഡിലേക്ക് തേച്ച് നമുക്കൊന്ന് തിന്ന് നോക്കാം. ഇത് നല്ല രുചിയാണ്. നമ്മൾ ഉണ്ടാക്കിയ ജാമാണെന്ന് ആരും പറയില്ല കേട്ടോ. പഴത്തിൻ്റെ ജാമോ ആണെന്ന് പറയുകയല്ല. കാരണം ഏലക്കാടേയും ഗ്രാമ്പൂൻ്റെയും ഒക്കെ രുചിയുള്ളത് കൊണ്ട് ഇത് എന്ത് ജാമാണെന്ന് മിക്സഡ് ജാം എന്ന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു രുചിയാണ് കേട്ടോ. മിക്സഡ് ജാമിൻ്റെ ഒരു രുചിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ജാം ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നമുക്കിനി കടയിൽ നിന്ന് ജാം മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഒരു 1/2 മണിക്കൂറും കൂടി നമുക്ക് ഈ ജാം ഉണ്ടാക്കി തീർക്കാം. നമ്മുടെ കളർഫുൾ ജാമും പഴം പുരട്ടിയതും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ അഭിപ്രായം ഇടണേ.